എല്ലാ കലാസ്വാദകർക്കും തിരുവനന്തപുരം അണിയരങ്ങിന്റെ 1000 ഉത്സവാശംസകൾ. ഈ ദേശത്തിന്റെ പുണ്യസങ്കേതമായി കുടികൊള്ളുന്ന ശ്രീ ഭുവനേശ്വരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ 17ാമത് പുനഃപ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം അണിയരങ്ങിന് ഒരു വേദി സമ്മാനിച്ച ക്ഷേത്ര സംഘാടകർക്ക്, കമ്മിറ്റി ഭാരവാഹികൾക്ക്, അനുബന്ധ പ്രവർത്തകർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ അണിയരങ്ങിന്റെ ഓരോ കലാകാരന്മാരും നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കാരണം ഒരു കലാസമിതിക്ക് ഒരു പരിപാടി നൽകുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. 1000 അന്നദാനം നടത്തുന്നതിന് തുല്യമാണ് എളിയ കലാകാരന്മാർക്ക് ഒരു പരിപാടി അനുവദിച്ച് നൽകുക എന്ന് പറയുന്നത്. ഇതിലൂടെ എല്ലാ കലാകാരന്മാരുടെയും വീട്ടുകളിലേക്ക് അന്നം എത്തുകയാണ്. ഇതിന് എത്ര നന്ദി പറഞ്ഞാലും കടപ്പാട് രേഖപ്പെടുത്തിയാലും മതിയാകില്ല. ഞങ്ങളെ ഈ വേദിക്ക് പരിചയപ്പെടുത്തിയത് ഓൾ കേരള പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസിയും ഞങ്ങളുടെ ആത്മമിത്രവും ഞങ്ങളുടെ ഒരു അഡ്വൈസും ഇതൊക്കെ നൽകുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനും കൂടിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട അനിലേട്ടനാണ്, അനിൽ മാധവിയേട്ടനാണ്. അദ്ദേഹത്തിന് സ്നേഹം പങ്കുവെക്കുകയാണ്, കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. 3 സ്റ്റാർ പ്രോഗ്രാം ഏജൻസിയുടെ ഞങ്ങളുടെ പ്രിയമിത്രം അനിൽ മാധവ ചേട്ടന് പ്രത്യേക നന്ദി. മികച്ച രീതിയിൽ ശബ്ദപ്രകാശ വിന്യാസമൊരുക്കി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന തരംഗ് സൗണ്ട്സ് കാപ്പാവിള, തരംഗ് സൗണ്ട്സിലെ അതിവിദഗ്ധരായ ടെക്നീഷ്യൻസിന് സ്നേഹം, നന്ദി, കടപ്പാട് അറിയിക്കുകയാണ്. എടുത്തു പറയേണ്ടത് നിങ്ങൾ കലാസ്വാദകരെ കുറിച്ചാണ്. ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കുന്നവർ, നിങ്ങൾ കാഴ്ചക്കാർ എന്ന അതിർവരമ്പ് അണിയരങ്ങിന്റെ ഈ പരിപാടിക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പരിപാടികൾ അല്ലെങ്കിൽ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നത് കൂട്ടം കൂടിയിരുന്ന് ഓരോരുത്തർ പരിപാടി അവതരിപ്പിക്കുമ്പോൾ, കലാപ്രകടനങ്ങൾ നടത്തുമ്പോൾ മറ്റുള്ളവർ അവരോടൊപ്പം ചേരുകയാണ് പതിവുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഞങ്ങൾ പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ നിങ്ങൾ കൂടി ഞങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങളോടൊത്തു പാടി, ഏറ്റുപാടി, ആർപ്പ് വിളിച്ച് നൃത്തം ചെയ്ത് ഞങ്ങളോടൊപ്പം മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി, നിങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കുന്ന എനർജി ഞങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി. കാരണം നിങ്ങളില്ലെങ്കിൽ ഏതൊരു കലാകാരന്റെയും പ്രകടനം വട്ടപൂജ്യമാണ്. സദസ്സ് നിറയുമ്പോഴാണ് ഒരു കലാകാരന്റെ മനസ്സ് നിറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ഊർജം അത് കയ്യടിയുടെ രൂപത്തിൽ ഞങ്ങളുടെ കാതുകളിലേക്ക് എത്തിക്കുമ്പോൾ, നിങ്ങളുടെ ഇരുകരങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ചെറിയ ശബ്ദം ഒരാരവമായി, ഇടിമുഴക്കമായി ഞങ്ങളുടെ കാതുകളിലേക്ക് എത്തുമ്പോൾ അതിനെത്ര മാത്രം വിലയുണ്ടെന്ന് ഒരു കലാകാരനെ തീർച്ചയായും അറിയാം. അതുകൊണ്ട് ഒട്ടും കുറയ്ക്കാതെ എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി. അതുപോരാ, നല്ല ഇരമ്പുന്നത് പോലെ അതിന് പിശുക്ക് കാണിക്കരുത്. നിങ്ങൾ സിമ്പിളാണ്. ഞാൻ ഇങ്ങനെ ഒന്ന് കൈയടിക്കാനേ പറഞ്ഞുള്ളൂ, വേറൊന്നും. Sungguh
ലോകത്തെ കേട്ടില്ല.